സിനിമകൾ ഇനിയിപ്പോ ഏതൊക്കെയുള്ളത്? സിനിമകൾ 20-22 സിനിമ റിലീസാവാനുണ്ട്. കൈ നിറയെ സിനിമകളുണ്ട്. അതിനൊരു കുറവ് വന്നിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് സിനിമകൾ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു സിനിമ തന്ന ആൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ എനിക്ക് വീണ്ടും തരുന്നു എന്നുള്ളതിന് 2 എക്സാമ്പിളുണ്ട്. നിതീഷ് കെ നായരുടെ 3ാമത്തെ പടത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഡേറ്റ് വരും. അദ്ദേഹത്തിൻ്റെ ചേഞ്ച് എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തു. അത് കഴിഞ്ഞ് ഫാമിലി സർക്കസ് എന്ന് പറഞ്ഞൊരെണ്ണം ചെയ്തു. ഇപ്പോൾ അമാനുഷികം എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ അടുത്ത് പെരുമാറുന്നവർക്ക്, എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം, രജിത്ത് എന്ന് പറയുന്ന ആൾ ശുദ്ധനും പാവവുമാണ്, ഒരു ചതിയില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഏതെങ്കിലും പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പെണ്ണിന് പ്രലോഭനങ്ങൾ കൊടുത്ത് ചതിച്ചു വഞ്ചിച്ചിട്ടുണ്ടോ? അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് പണം തട്ടി വാങ്ങിച്ചിട്ടുണ്ടോ? ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ പലരും എന്നെ തേച്ചു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അതിൽ വിഷമമില്ല. ഞാൻ ചിലത് ഞാൻ അറിഞ്ഞ് തന്നെ കൊടുക്കുന്നു. അതുകൊണ്ട് പക്ഷേ എൻ്റെ വിഷമം എന്താ അറിയാം, നല്ല മനസ്സുള്ള മനുഷ്യർക്കും കയറി വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ മാനസികമായിട്ട് തകർത്ത് കളി. പിന്നെ ഞാൻ ഒരുപാട് നെഗറ്റീവുകളും പീഡനങ്ങളും അനുഭവിച്ച് കയറി വന്നതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മുമ്പ് ഞെളിഞ്ഞ് നിൽക്കുക. ഞാൻ നിങ്ങളേന്ന് ഒന്ന് പറ്റിക്കുകയോ കള്ളം പറയുകയോ നിങ്ങളുടെ ഏതെങ്കിലും പണം സൂത്രത്തരത്തിൽ അടിച്ചു മാറ്റുകയോ ചതിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ തലയിൽ തുണിയിൽ കണക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് നാദിക്കാൻ പാടില്ല. എന്നെ പീഡിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പം തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് അന്ന് വന്നപ്പം എനിക്കെതിരെ 2 കേസെടുത്ത് ആൾ കൂട്ടിയെന്ന് പറഞ്ഞറിയാമല്ലോ. 67,000 രൂപയാണ് ഹൈക്കോടതിയിൽ വക്കീലുമാർക്കായിട്ട് പല കോടതികളിൽ, താഴത്തെ കോടതി മോളക്കോട് പൈസ പോയി. അവസാനം ഹൈക്കോടതി തള്ളി. പക്ഷെ എൻ്റെ 67,000 രൂപ പോയില്ലേ. അതുണ്ടെങ്കിൽ പാവപ്പെട്ട ഏതെങ്കിലും രോഗികൾക്ക് എനിക്ക് കുറേയെങ്കിലും ചിലവാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറച്ച് അസഹിഷ്ണുക്കൾ ഒരു പിടിയുള്ളവരുണ്ട്. അപ്പം നാളെ സംബന്ധിച്ച് ഞാൻ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നു എന്ന് പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നു എന്ന് വരാം, ചിലപ്പോൾ സെലക്ഷൻ വന്നു എന്ന് വരാം. പക്ഷെ അപ്പോഴും ഞാൻ അവരോട് എൻ്റേതായിട്ടുള്ള കാര്യം കൃത്യമായിട്ട് പറയും. ഞാൻ ഒരു പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ, അന്ധമായ തീവ്രവാദിയായ ഒരു പാർട്ടി പ്രവർത്തകനാകാൻ എനിക്ക് താല്പര്യമില്ല. ജനങ്ങളെ സേവിക്കുക, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമുക്ക് കിട്ടുന്ന സമ്പത്ത് പോലും, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ MLA ആവുകയാണെങ്കിൽ, MP ആവുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം കൂടെ എൻ്റെ അസംബ്ലി അല്ലെ എൻ്റെ നിയോജക മണ്ഡലത്തിലെ അർഹരായ പാവപ്പെട്ടവർക്കും വൃദ്ധസദനങ്ങൾക്കും ഞാൻ സഹായിക്കും. വേറെ ഏതെങ്കിലും വലിയ രീതിയിൽ എമൗണ്ട് വന്ന്, ശമ്പളം ചെറുതായിരിക്കുമല്ലോ, വലിയ രീതിയിൽ വന്നാൽ കേരളം മുഴുവൻ, എൻ്റെ സംസ്ഥാനം മുഴുവൻ ചെയ്യും. അതുകൊണ്ട് എനിക്കിപ്പോൾ തമിഴ് TV-ക്കയിൽ വിജയെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ പോളിസികളിൽ കുറേയാണ് അദ്ദേഹം ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്. ഞാനിത് കഴിഞ്ഞ് എത്രയോ നാളുകൊണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് എന്നെ മിക്കവാറും ഇപ്പോൾ LDF-ഓ UDF-ഓ ഒന്നും BJP-യോ ഒന്നും എടുക്കാൻ സാധ്യത. ചിലപ്പോൾ മുസ്ലിം ലീഗ് ഇതുപോലെ സ്വന്തമായിട്ട് പാർട്ടി തുടങ്ങേണ്ടി വരും. അതെ, അതും ഇവിടെ പേടിയുണ്ടായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾക്ക് പേടിയുണ്ടായിരുന്നു. DRK എന്ന് പറയുന്ന പുതിയൊരു പാർട്ടി ഒരു പക്ഷേ രൂപീകരിച്ചാലോ, കാരണം മൊത്തം വൈഡായി. അപ്പോൾ സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികൾ, അപ്പോൾ ഇവിടെ കുറേ പേർക്ക്, അപ്പോൾ കുറേ പെണ്ണതിൻ്റെ ഇടയിൽ തിരകി കയറി അതിനെ മൊത്തം ഇല്ലാതാക്കി തകർത്ത് തരിപ്പണമാക്കി. ശ്രമിക്കാം. അല്ല, ഞാൻ ആരും ശ്രമിക്കില്ല. എന്താ കാര്യം എന്നറിയാമോ? എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല. എൻ്റെ ലക്ഷ്യം എൻ്റെ ജീവിത വിജയങ്ങളിലൂടെ, ഞാൻ ചെയ്യുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ദൈവമഹത്വം എനിക്ക് ധാരാളം പേരിലേക്ക് എത്തുക. ദെൻ ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോഴും ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് പണം തരാൻ ആൾക്കാർ ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറച്ച് പേരുണ്ട്. അത് ഖുർആനിലൊരു തത്വമാണ്, നിൻ്റെ ആത്മാവിന് ലഭിക്കുന്ന പ്രാർത്ഥന. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തിന്? ഞാൻ പേര് വിട്ടു, നമ്മൾ സൂരജ്. ഈവൻ സൂരജിൻ്റെ മനസ്സിൽ പോലും എനിക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ അംശം ഉണ്ടാവില്ലേ? ശരിയല്ലേ? ഒരു നയപൈസ വാങ്ങിച്ചിട്ടില്ലല്ലോ സൂരജിൻ്റെ. ഇതുവരെയും സൂരജിന് വേണ്ടി ഞാൻ എത്രയോ വീഡിയോകൾ ഇട്ട് തന്നു. അയ്യോ പാവൻ രജിത്തേട്ടൻ, ഇത്രയും മതി, ഇതാണ് ബ്ലെസ്സിങ്. അയ്യോ രജിത് കുമാറിന് ചാൻസ് കൊടുക്കണേ, സിനിമ കൊടുക്കണേ, അല്ല കോടികൾ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണ്ട. അയ്യോ രജിത്തേട്ടൻ നല്ലൊരു മനുഷ്യൻ, രജിത്ത് നല്ല മനുഷ്യൻ, അത്രയും മതി. ഓ രജിത്ത ഉഡായിപ്പ്, കള്ളൻ, സൂത്രക്കാരൻ, പറ്റിപ്പ്, പെണ്ണുപിടിയൻ, പീഡകൻ, ചതിയൻ, വഞ്ചകൻ എന്നാരും പറയില്ല. പറയുന്നുണ്ടെങ്കിൽ അവന് കണ്ണ് കാണാനും ചെവി കേൾക്കാനും പറ്റാത്ത വ്യക്തിയായിട്ട് കാണേണ്ടി വരും. അവൻ ടോട്ടൽ ബ്ലൈൻഡാണ്, അകത്തുകൊണ്ട് അന്ധനായി പോയിട്ടാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ബാഹ്യാന്ധതയല്ല, അകവും അവൻ അന്ധത പിടിച്ച വ്യക്തിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. വെറുതെ കണ്ണും ചെവിയും കണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം എൻ്റെ വിജയങ്ങളിലൂടെ ദൈവം മാത്രം. കാരണം ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ദൈവകാരുണ്യം കൊണ്ടാണ്. ഞാൻ ജീവിച്ച സാഹചര്യങ്ങളൊക്കെ പറയുന്നത്
ഒരിക്കലും അതിജീവിച്ച് കയറി വരാൻ പറ്റുന്നില്ല. എൻ്റെ സ്വന്തം കഥ മാത്രം 10 തിരക്കഥ എഴുതാം സിനിമയ്ക്ക്. അതിനുള്ളതുണ്ട്. 10 തിരക്കഥ. ഞാൻ പഠിച്ചപ്പോൾ അനുഭവിച്ച 6-7 കോളേജുകളിൽ പഠിച്ചില്ലേ, ഞാൻ പഠിച്ചപ്പോൾ അനുഭവിച്ച പീഡനങ്ങൾ, എൻ്റെ കുടുംബജീവിതത്തിൽ ഉണ്ടായ പീഡനങ്ങൾ, എൻ്റെ പ്രൊഫഷണൽ ലൈഫിലുണ്ടായ ചതികൾ, വഞ്ചന, ബിഗ് ബോസ് പോലെയുള്ള ഷോകളിലൂടെ വന്നപ്പോൾ ഉള്ള അനുഭവങ്ങൾ, ഇപ്പോഴത്തെ അനുഭവങ്ങളും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തിരക്കഥകൾ ആവശ്യം പോലെ വരും. നമ്മൾ 2 ത്രെഡ് മതിയല്ലോ ഒരു നല്ല റൈറ്ററിന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ലാവിഷായി ഞാൻ ആ ലെവലിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.